ഒരു നിമിഷം ഇത് കർണാടകയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? കണ്ണെത്താ ദൂരത്തോളം നിറഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ. പൂക്കൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഒരു സിനിമയിലെ സീൻ പോലെ തോന്നും. പക്ഷേ ഈ പൂക്കളുടെ പിന്നിൽ മറ്റൊരു കഥയുണ്ട്. ഇവ വളർത്തുന്ന കർഷകരുടെ അധ്വാനത്തിൻ്റെ കഥ. ഇന്നത്തെ നമ്മുടെ യാത്ര കർണാടകയിലെ ഗുണ്ടൽപേട്ടിലേക്കാണ്. ഇവിടെ സൂര്യകാന്തി പാടവും പൂന്തോട്ടവും കാണാം. നാട്ടുകാരുടെ ജീവിതവും കൃഷിയും അടുത്തറിയാം. ഈ യാത്രയിൽ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. അപ്പം നമുക്ക് പോയാലോ? ഇറ്റ്സ് മീ റിഷ്മ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. Welcome to Soft Step Solo. Let's explore together. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും പതുക്കെ മാറി കർണാടകയുടെ ഗ്രാമീണ കാഴ്ചകളിലേക്ക് നടക്കുമ്പോൾ തന്നെ ഒരു ലാൻഡ്സ്കേപ്പ് മാറി തുടങ്ങും. റോഡിലെ ഇരുവശങ്ങളിലും ഉള്ള കൃഷിയിടങ്ങൾ, ഇടയ്ക്കിടെയുള്ള ചെറിയ ഗ്രാമങ്ങൾ, വയലുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇതാണ് ഈ യാത്രയുടെ ഏറ്റവും മനോഹരമായ ഭാഗം. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഗുണ്ടൽപേട്ടിലേക്ക് വരേണ്ടതെന്ന് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരാൻ പറ്റിയ എല്ലാ ഡീറ്റെയിൽസും ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചാനൽ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. സോ ഈ ഒരു ട്രാവലിങ്ങിൽ ഏറ്റവും കൂടുതൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ പൂപ്പാടങ്ങൾ തന്നെയാണ്. സൂര്യകാന്തിയും ചെണ്ടുമല്ലി പൂക്കളുമാണ് ഈ ഒരു വീഡിയോയിൽ ഓവറോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗുണ്ടൽപേട്ടിൽ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ചെണ്ടുമല്ലിയും സൂര്യകാന്തി പൂക്കളും കാണും. ഇന്ന പ്ലേസ് എന്നൊന്നുമില്ല. നമ്മൾ റോഡിൽ കൂടെ നമ്മൾ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ ചെണ്ടുമല്ലി അല്ലെങ്കിൽ എവിടെയാണോ സൂര്യകാന്തി കാണുന്നത് അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് കാണുകയാണ് ചെയ്തത്. ഒരു പെർട്ടിക്കുലർ പ്ലേസ് എനിക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങൾ നിർത്തി കുറേ സ്ഥലങ്ങളിലായിട്ടുള്ള കണ്ടിട്ടുള്ള ചെണ്ടുമല്ലിയും സൂര്യകാന്തിൻ്റെയും ഒരു വീഡിയോസാണ് ഇതിൽ മൊത്തത്തിൽ ഓവറോൾ ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മൾ കാത്തിരുന്ന കാഴ്ച ഇത് തന്നെയാണ്. ദൂരത്തോളം പൂക്കളും അതുപോലെ ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കളും. അതുകൊണ്ട് തന്നെയാണ് ഗുണ്ടൽപേട്ടിന് ദ ഫ്ലവർ പോട്ട് ഓഫ് ഇന്ത്യ എന്ന വിശേഷണം ലഭിച്ചിട്ടുള്ളത്. ഗുണ്ടൽപേട്ടും സമീപ ഗ്രാമങ്ങളും പൂക്കൃഷിക്ക് പ്രശസ്തമാണ്. പ്രത്യേകിച്ച് ഓണം പോലുള്ള സീസണുകൾ കേരളത്തിലേക്കും അവിടെ നിന്നും വലിയ തോതിൽ പൂക്കൾ എത്തുന്നുണ്ട്. കേരളത്തിൽ ഓണത്തിന് നമ്മൾ വാങ്ങുന്ന പൂക്കളിൽ ഒരു ഭാഗം വരുന്നത് ഈ ഒരു അതിർത്തി പ്രദേശങ്ങളിലെ കർഷകരിൽ നിന്നുമാണ്. ഏകദേശം ഓണത്തിന് നമ്മളെ നാട്ടിലേക്ക് വരേണ്ട പൂക്കളൊക്കെ ഓൾറെഡി പറിച്ചിട്ട് പാക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓണത്തിന് വീട്ടിൽ പൂക്കളിടുമ്പോൾ ഈ പൂക്കളുടെ പിന്നിൽ ഈ കർഷകരുടെ ദിവസങ്ങളോളം നീണ്ട അധ്വാനമുണ്ടെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഈ ഒരു പൂവ് വളരാൻ എത്ര ദിവസത്തെ അധ്വാനം വേണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യം നിലം ഒതുക്കണം, വിത്തോ തൈകളോ നടണം, വെള്ളം നൽകണം, കളകൾ നീക്കം ചെയ്യണം, കീടങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കണം. അതിനുശേഷം പൂക്കൾ വിരിയുമ്പോഴാണ് യഥാർത്ഥ ജോലി തുടങ്ങുന്നത്. പൂക്കൾ വിരിഞ്ഞാൽ കർഷകർ വളരെ ശ്രദ്ധയോടെ അവ ശേഖരിക്കും. കാരണം പൂവിൻ്റെ ഗുണനിലവാരവും പുതുമയും വിപണിയിലെ വിലകളെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ കർഷകന് കിട്ടുന്ന വിലയും മാർക്കറ്റിലെ വിലയും വ്യാപാരികളുടെ വില ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് മനോഹരമായി കാണുന്ന ഈ പൂപ്പാടങ്ങളുടെ പിന്നിൽ കർഷകരുടെ വലിയൊരു സാമ്പത്തിക റിസ്ക്കുമുണ്ട്. ഗുണ്ടൽപേട്ട് കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണവും താലൂക്കുമാണ്. മൈസൂരിൽ നിന്നും ഏകദേശം 60 കിലോമീറ്ററാണ് ഗുണ്ടൽപേട്ടിലേക്കുള്ളത്. അതുപോലെ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കുമുള്ള യാത്രാമാർഗമായി ബന്ധമുള്ളതിനാൽ യാത്രക്കാർക്ക് വളരെ പരിചിതമായ ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ കൃഷി ഒറ്റ വിളയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പ്രദേശത്തെ കർഷകർ പലതരം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ, മഴ, വെള്ളം, മാർക്കറ്റിൻ്റെ ഡിമാൻഡ് ഇവയെല്ലാം നോക്കിയാണ് കർഷകർ ഓരോ സീസണിലും കൃഷികളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃഷി എന്നത് വെറുമൊരു വിത്ത് നട്ട് വിളവെടുക്കുന്ന കാര്യമല്ല. ഓരോ സീസണിലും പുതിയ തീരുമാനം എടുക്കേണ്ട ജീവിതവും കൂടിയാണ്. പണ്ടുകാലം മുതൽക്കേ ഈ പ്രദേശത്തിൻ്റെ ജീവിതവുമായി കൃഷിക്കും ഗ്രാമീണ വ്യാപാരത്തിനും വലിയ ബന്ധമാണുള്ളത്. ഇന്ന് ഇവിടെ എത്തുന്നവർക്ക് പ്രത്യേകമായി അനുഭവപ്പെടുന്നത് മോഡേൺ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നതിലുപരി ഒരു യഥാർത്ഥ കർണാടക കൺട്രി സൈഡ് എക്സ്പീരിയൻസും കൂടിയാണ്. അങ്ങനെ ചെണ്ടുമല്ലി പൂപ്പാടത്തിൻ്റെ അവിടെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ തന്നെയുള്ള സൂര്യകാന്തി തോട്ടത്തിലേക്കാണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.
ക്യാമറയിൽ കാണുന്നതിനേക്കാൾ മനോഹരമാണ് നേരിട്ട് കാണുമ്പോൾ ഓരോ സൂര്യകാന്തി പൂക്കളും. ഈ കാറ്റിൽ പൂക്കൾ ഇങ്ങനെ ആടുന്നത് കാണുമ്പോൾ ഇത് ഒരു നാച്ചുറൽ മൂവി സെറ്റ് പോലെ തോന്നില്ലേ? ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇത് കർഷകരുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു എന്താ പറയുക, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ല, ഇതൊരു കർഷകരുടെ കൃഷിയിടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കൾ പറിക്കാതിരിക്കുക, ചെടികൾക്ക് കേടുപാടുകൾ വരുത്താതിരിക്കുക, അതുപോലെ കൃഷിയിടങ്ങളിലേക്ക് അനുമതിയില്ലാതെ കയറാതിരിക്കുക, മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക. നമ്മുടെ ഒരു ചെറിയൊരു ശ്രദ്ധ കർഷകരുടെ വലിയ അധ്വാനത്തെ ആണ് സംരക്ഷിക്കാൻ പോകുന്നത്. ഗുണ്ടൽപേട്ടിലേക്ക് വരുമ്പോൾ പൂക്കളുടെ സീസണാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ എല്ലാ വർഷവും ഒരേ സമയത്ത് ഒരേ രീതിയിലുള്ള പൂക്കൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ആ സെക്ഷനിൽ ഞാൻ നേരത്തെ പോയ പ്ലേസിൽ അധികം സൂര്യകാന്തി ഇല്ലാത്തതുകൊണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് സൂര്യകാന്തി പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ സൂര്യകാന്തി പാടത്തിലേക്ക് എഗെയിൻ കൂടുതൽ പൂക്കളുള്ള സൂര്യകാന്തി പാടത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. ഇത്രയും സൂര്യകാന്തികൾ ഒരുമിച്ച് കാണുമ്പോൾ ശരിക്കും കണ്ണടയ്ക്കാൻ തോന്നുന്നില്ല. മഞ്ഞ നിറത്തിൽ മുഴുവൻ പാടങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. ഓരോ പൂവും സൂര്യനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് പോലെ തോന്നുന്നു. സൂര്യകാന്തി വെറും ഒരു ഭംഗിയുള്ള ഒരു പൂവ് മാത്രമല്ല, അതൊരു പ്രധാന കാർഷിക വിള കൂടിയാണ്. ഇപ്പോൾ സൺഫ്ലവർ വിത്തിൽ നിന്നും ലഭിക്കുന്ന എണ്ണ ഭക്ഷ്യ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് കർഷകർക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ ഒരു ഫാമിംഗ് കൂടിയാണ്. കർണാടകയിൽ സൺഫ്ലവർ പ്രധാന വിളകളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. നമ്മളിവിടെ വരുന്നത് മനോഹരമായ പൂക്കളുടെ ഫോട്ടോ എടുക്കാനാണ്. പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഈ പൂക്കളുടെ പിന്നിലെ മനുഷ്യരെയും ഓർക്കണം. ഒരു കർഷകൻ വിത്ത് നടുമ്പോൾ അവൻ ഒരു ചെടി മാത്രമല്ല നടുന്നത്, അവൻ ഒരു പ്രതീക്ഷയാണ് നടുന്നത്. മഴ വരുമെന്ന് പ്രതീക്ഷ, നല്ല വിളവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ, നല്ല വില ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ, കുടുംബത്തിന് നല്ലൊരു ജീവിതം നൽകണമെന്നുള്ള പ്രതീക്ഷ. പൂക്കൾക്ക് ബ്യൂട്ടി മാത്രമല്ല, മാർക്കറ്റ് വില കൂടിയുണ്ട്. അതായത് പൂക്കൾ ക്ഷേത്രങ്ങൾക്കും പൂജകൾക്കും അലങ്കാരങ്ങൾക്കും അതുപോലെ തന്നെ പല കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കർഷകർക്ക് കിട്ടുന്ന വില മാർക്കറ്റ് അനുസരിച്ച് മാറാം. അതുകൊണ്ട് നല്ല വില ലഭിച്ചാലും ശരിയായ മാർക്കറ്റ് പ്ലേസ് ലഭിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി മാത്രമാണ് കാണാറുള്ളത്. പക്ഷേ ആ ബ്യൂട്ടി ഉണ്ടാക്കുന്ന മനുഷ്യരെ നമ്മൾ പലപ്പോഴും കാണാറില്ല. ഈ സൺഫ്ലവർ ഫീൽഡിൽ ഓരോ പൂവിനും പിന്നിൽ ഒരു കർഷകൻ്റെ പ്രതീക്ഷയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മഴ കിട്ടുമോ, വിളവ് നന്നാവുമോ, മാർക്കറ്റ് പ്ലേസ് കിട്ടുമോ, ഈ ചോദ്യങ്ങളോടൊക്കെ ഓരോ കർഷകരും ഓരോ സീസൺ തുടങ്ങുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ഈ ഒരു പൂവ് കാണുമ്പോൾ അതിൻ്റെ ഭംഗി മാത്രം കാണാതെ അതിൻ്റെ പിന്നിലെ അധ്വാനവും നമ്മൾ ഓർക്കണം. ഈ പൂപ്പാടത്തിലൂടെ നടക്കുമ്പോൾ ഏതൊക്കെ പ്ലേസിൽ ഏതൊക്കെ പോസിൽ ഫോട്ടോ എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാരണം അത്രയും മനോഹരമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ചുറ്റും സൺഫ്ലവറാണ്. അപ്പം മാക്സിമം ഞാൻ എല്ലാ പോസിലും ഞാൻ വീഡിയോസും ഫോട്ടോസും മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഈ ഒരു പ്ലേസിൽ സൺഫ്ലവറൊക്കെ ഏകദേശം വാടി വരുന്നുണ്ട്. എന്നാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കണ്ടില്ലേ, ഈ ഭയങ്കര ഹിൽസും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ് ഈ നിൽക്കുന്ന ഈ സൂര്യകാന്തി പാടം. ഭയങ്കര സിനിമാറ്റിക് സ്റ്റൈലിൽ വരെ ഞാനിതിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാം. ഇവിടെ പൂപ്പാടങ്ങൾ മാത്രമല്ല കേട്ടോ ഉള്ളത്. കർണാടകയിലെ ഗ്രാമീണ സംസ്കാരത്തിൻ്റെ മനോഹാരിതയും ഇവിടെ കാണാൻ സാധിക്കും. അതായത് ക്ഷേത്രങ്ങൾ, പ്രാഥമിക ഉത്സവങ്ങൾ, കുടുംബപരമായിട്ടുള്ള ആഘോഷങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ട ജീവിത രീതികൾ, ഇവയെല്ലാം നാട്ടുകാരുടെ ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ പ്രധാന ഭാഷ കന്നഡയാണ്. എങ്കിലും കേരള അതിർത്തിയോട് അടുത്തതിനാൽ മലയാളി യാത്രക്കാരെയും ഇവിടെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അങ്ങനെ നമ്മുടെ ഗുണ്ടൽപേട്ട് സൺഫ്ലവർ ജേണി ഇവിടെ അവസാനിക്കുകയാണ്. പൂക്കളുടെ ഭംഗി കാണാൻ മാത്രം വന്ന ഒരു യാത്രയായിരുന്നില്ല ഇത്. ഇവിടെ കൃഷി ചെയ്യുന്ന കർഷകരെ കണ്ടു, അവരുടെ അധ്വാനം മനസ്സിലാക്കി, ഗ്രാമീണ ജീവിതം കണ്ടു, പ്രകൃതിയുടെ ഒരു മനോഹാരിത അനുഭവിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സൺഫ്ലവർ ഫീൽഡ് കാണാൻ അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വരണം ഗുണ്ടൽപേട്ടിലേക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയറും ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ ട്രാവൽ എക്സ്പീരിയൻസിനായി സോഫ്റ്റ് സ്റ്റെപ്പ് സോളോയിൽ വീണ്ടും കാണാം. Until then, keep traveling.